ഡോറ ദ എക്സ്പ്ലോറർ. ഈ ഒരു കാർട്ടൂൺ എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഡോറ എന്നു പേരുള്ള രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് ഈ കാർട്ടൂണിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. ഈ ഒരു കാർട്ടൂണിന് പിന്നിൽ രണ്ട് കഥകളുണ്ട്. രണ്ടിലും ഏതാണ് സത്യം എന്നുള്ളത് അറിയില്ല. ആദ്യത്തെ കഥയാവട്ടെ 1980കളിലാണ് നടക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ചെറിയൊരു പെൺകുട്ടി. അവളുടെ പേരാവട്ടെ ഡോറ എന്നായിരുന്നു. അവൾ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെയാണ് താമസിച്ചു പോന്നിരുന്നത്. കാർട്ടൂണിലെ പോലെ തന്നെ ഈ പെൺകുട്ടി ഒരിടത്തും അടങ്ങിയിരിക്കില്ലായിരുന്നു. അവൾക്ക് നടക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ അവൾക്കൊരു പെറ്റും കൂടി ഉണ്ടായിരുന്നു. പെറ്റിനോടൊപ്പമായിരുന്നു അവളുടെ സകല യാത്രകളും. അങ്ങനെ ഇരിക്കെ അവളുടെ ജീവിതത്തിലേക്ക് ഒരു ഇരുണ്ട നാളുകൾ വരികയാണ്. അവളും അവളുടെ പെറ്റുമായി കാട്ടിലേക്കൊരു യാത്ര പോയി. അങ്ങനെ കാട്ടിലെത്തിക്കഴിഞ്ഞ് തിരികെ കാടിറങ്ങാനുള്ള വഴിയാകട്ടെ അവൾ മറന്നുപോയി. അങ്ങനെ കാട്ടിൽ അവളും അവളുടെ പെറ്റും തനിച്ചായി. അന്നേരം ഒരു നരി വന്ന് ഡോറയെ ആക്രമിക്കാൻ തുടങ്ങി. അവളുടെ പെറ്റാവട്ടെ അവളെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അതൊരു ചെറിയ പെറ്റായതുകൊണ്ട് തന്നെ അതിനധികം ചെറുത്തു നിൽക്കാനായില്ല. ഡോറയെ കാണാതായതറിഞ്ഞ് അവളുടെ വീട്ടുകാരും പക്ഷേ അവർക്ക് അവിടെ നിന്ന് ലഭിച്ചത് ഡോറയുടെയും പെറ്റിന്റെയും മൃതശരീരങ്ങളായിരുന്നു. കാർട്ടൂണിലും വില്ലനായി വന്നത് ഒരു നരി തന്നെയായിരുന്നു, കുറുനരി. അതുപോലെ ഒരു നരി തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും ഡോറയുടെ ജീവനെടുത്തത്. ഇതാണ് ആദ്യത്തെ കഥ. രണ്ടാമത്തെ കഥയാവട്ടെ തികച്ചും വ്യത്യസ്തമാണ്. ഒരു പെൺകുട്ടി, അവൾക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടായിരുന്നു. അവൾ ഒറ്റപ്പെടാതിരിക്കാൻ അവളുടെ മാതാപിതാക്കൾ ഒരു ചെറിയ നായക്കുട്ടിയെ അവൾക്ക് വാങ്ങിക്കൊടുത്തു. അവളാകട്ടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. എവിടെയെങ്കിലും പോയാൽ തിരികെ വീട്ടിൽ വരാൻ അവൾക്ക് വഴി അറിയില്ലായിരുന്നു. ആ നായക്കുട്ടി അവളെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്ന ഡോറയെ അവളുടെ മാതാപിതാക്കൾ ഒരിക്കൽ പോലും പിന്തിരിപ്പിച്ചില്ല. കാർട്ടൂണിലെ ഡോറയ്ക്ക് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ജീവിതത്തിലും ആ പെൺകുട്ടിക്ക് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. അതൊരു GPS ട്രാക്കർ ആയിരുന്നു. കാരണം കൂടെ കൂടെ കാര്യങ്ങൾ മറന്നു പോകുന്ന ആ പെൺകുട്ടിയെ അവളുടെ മാതാപിതാക്കൾക്ക് രക്ഷിക്കണമായിരുന്നു. ഈ ഒരു പെൺകുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അതിനുശേഷം അവളുടെ മാതാപിതാക്കളാകട്ടെ കഥ എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതിയ ഒരു കഥയാണ് ഡോറ ദ എക്സ്പ്ലോറർ എന്ന കഥ. തികച്ചും ഈ ഒരു കഥ മാതാപിതാക്കളുടെ സങ്കല്പമാണ് എന്ന് തന്നെ പറയാം. അവരുടെ മകൾ ജീവിച്ചിരുന്നു എങ്കിൽ എത്രത്തോളം അവൾ ഈ ലോകത്തെ എക്സ്പ്ലോർ ചെയ്യുമെന്നും എത്രത്തോളം ഇതിലെല്ലാം അവൾ സന്തോഷിക്കും എന്നുള്ള അവരുടെ സങ്കല്പമായിരുന്നു ഈ ഒരു കഥ എന്ന് പറയുന്നത്.